സാധനം ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ ഇതിന് ഇറങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓസ്മോടെ വർക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാനാണ്. അപ്പോൾ ഇന്ന് ഫുൾ യൂസിലാണ്. ഇത് ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി ഐറ്റമായിട്ടുള്ള ഒരു ഇഷ്ടം. വൈകിയാണ് എത്താൻ കഴിഞ്ഞത്, കാരണം എല്ലാവരും ചിലർ തിരക്കുകളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഗതി കണ്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ പാരീസിന്റെ അടുത്തൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഏകദേശം ഒരു 6 മണിക്കൂറോളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വാസുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഓസ്മോ 3യിലാണ്, മൊബൈൽ 3യിൽ വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഷേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫോളോ മോഡ് ഇട്ട് ഇപ്പം എന്നെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ നടക്കുന്നത്. എൻ്റെ ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഫുൾ ഇത് ചെയ്യുന്നത്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് ഹർത്താലാണ്. ഹർത്താൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പണിമുടക്ക് കാര്യങ്ങളൊക്കെയാണ്. എനിവേ, സോ നമ്മളപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കാൻ വേണ്ടി കല്ലാറ് വരെ പോവുകയാണ്. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഇവിടെയുള്ള എല്ലാവരും കല്ലാറ് പോയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കല്ലാറോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ വീഡിയോ ചെയ്യാനുണ്ട്. കാരണം എൻ്റെ അനിയത്തി, എൻ്റെ സിസ്റ്റർ കുറച്ച് വാൾപേപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് അവളെ റൂമൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ കൂടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഫുള്ള് ഇരുന്ന് കാണുക. സോ നമുക്ക് വീഡിയോ നമ്മൾ ഫൈനലി കല്ലാറ് റീച്ച് ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും അങ്ങോട്ടൊന്ന് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ വീഡിയോ മാത്രമല്ല, ഇതിൻ്റെ കൂടെ എൻ്റെ അനിയത്തി പർച്ചേസ് ചെയ്തൊരു വാൾപേപ്പറുണ്ട്. അപ്പം ഒന്ന് ഭിത്തിയിലൊട്ടിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ പോകുന്നത്. ഇന്ന് നമ്മൾ ഇതിന് ഇറങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓസ്മോടെ വർക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ യൂസിലാണ്. 15 മണിക്കൂറോളം ഇത് ചാർജ് നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നോക്കി കളയാം. ഏകദേശം ഒരു 6 മണിക്കൂറോളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പം ഫുൾ ഫോളോ മോഡിലാണ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും എനിക്ക് വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കൂടെ അങ്ങ് വന്നോളും. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ഫുള്ള് ഞാൻ ഫോളോ മോഡിൽ നമ്മുടെ ഓസ്മോയിൽ എടുക്കുന്ന വീഡിയോസാണ്. കാഴ്ച അങ്ങനെ വിളിച്ചിട്ട് വരല്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ നമ്മളെ ചെറുകെ വന്നിരിക്കുകയാണ്. അവിടെ ബാ. അങ്ങനെ പയ്യൻ വന്നിട്ടുണ്ട്. ഗൈസ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ DJ ഓസ്മോയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നോക്കി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കൊള്ളാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എൻ്റെ അനിയത്തിയുടെ റൂമിൽ നമുക്ക് ആ സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിക്കണം. അപ്പം അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തുള്ളൊരു വ്ളോഗ് മാത്രമായിരിക്കും ഇത്. എൻ്റെ ബാക്കിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ മനസ്സിലാക്കുന്നു, നമ്മുടെ കല്ലാറിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്പം വൈകിയിട്ടുണ്ട്, അല്പം വൈകിയാണ് എത്താൻ കഴിഞ്ഞത്, കാരണം എല്ലാവരും ചിലർ തിരക്കുകളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയുമ്പോഴത്തേക്ക് ഇന്ന് ഫുഡിങ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാനാണ് വണ്ടി ഓടിച്ചത്. അപ്പം അനിയനാണ് പിറകിലിരുന്നത്, അവനെ കൊണ്ട് വണ്ടി ഓടിച്ച് ശരിയാകത്തില്ല. മച്ചന്മാരെ, അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കണം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയണമെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ അനിയത്തിയുടെ റൂമിൽ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത്, ആ വാൾപേപ്പർ ഒട്ടിക്കുക എന്നതാണ്. അത് കൊള്ളാമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ സംഗതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ ഒട്ടിക്കുമ്പോഴത്തേക്കും വലിച്ചിളക്കുമ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ പെയിൻ്റൊക്കെ ഇളവി പിടിക്കാറുണ്ട് എന്നുള്ള കംപ്ലയിൻ്റ് ഉണ്ട്. ഇത് അങ്ങനെ ഒരു ടൈപ്പ് അല്ല, പെയിൻ്റ് ഇളവില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. അപ്പം നമുക്കിനി ആ വീഡിയോയിലോട്ടൊന്ന് പോയി കളയാം. കമോൺ. സാധനം ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്ന് ഒട്ടിക്കാൻ പോകുന്ന നമ്മുടെ വാൾപേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നേരത്തെ അവൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയിപ്പം ഒന്നും കൂടെ അൺബോക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, വലുതായിട്ട് രണ്ടൊന്നും ഇല്ല. എന്നിരുന്നാൽ കൂടി ഇതിനകത്ത് എന്തൊക്കെയാണ്, ആ സ്റ്റിക്കേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് അറിയണ്ടേ. എന്തായാലും വാൾപേപ്പർ നമ്മൾ ഒട്ടിക്കാൻ പോവാണ് ചുവരിലോട്ട്. അപ്പം ഇതിനകത്തുള്ള എന്താണെന്ന് കണ്ടുകളെ, അതിന് ശേഷം നമുക്ക് ചുവരിൽ ഒട്ടിക്കുന്നതും കാണാം. ആ ബ്ലൂ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ റീഅൺബോക്സ് ചെയ്യാൻ പോവുകയാണ്.
ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി ഐറ്റമായിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഈ സ്റ്റിക്കർ. ഇത് അതുപോലല്ല, ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ പാരീസും അതുപോലുള്ള കുറെ സംഗതികളൊക്കെ അവർക്ക് അതിന്റെ സ്റ്റിക്കേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഇതിലങ്ങനെയല്ല, നമ്മുടെ ബേർബിയും അതുപോലത്തുള്ള സംഗതികളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നല്ലപോലെ കാണിച്ചു തരാം. ഓക്കെ, ഗായ്സ്, അപ്പോൾ നമുക്ക് അവളെ റൂമിലോട്ട് പോവാം. നമുക്കിത് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് നോക്കണ്ടേ, അപ്പോൾ അത് നോക്കിക്കളയാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് പിങ്ക് കളറിലെ സംഗതി നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് പിങ്ക് കളറിലെ സംഗതി ഒട്ടിക്കാം. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആ ഡാർക്ക് കളറിൽ പറഞ്ഞ സംഗതിയില്ലേ, മറ്റേ നമ്മുടെ ഈഫൽ ടവർ അതുപോലുള്ള സംഗതികളൊക്കെ നമുക്ക് ഈ വൈറ്റ് ചുമരിലോട്ട് ഒട്ടിക്കാം. അപ്പം വൈറ്റിൽ ആ കളർ വരുമ്പോഴത്തേക്ക് ഇത്തൂടെ സെറ്റായിട്ടിരിക്കും. അപ്പോൾ പിങ്ക് ലാവണ്ടർ കളറിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തൂടെ കൊള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, യോ ഗൈസ്, അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ തുടങ്ങാം. ഞാൻ അങ്ങനെ സംഗതികളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേറൊരു കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിച്ചോട്ടോ, ഞാൻ ഇപ്പോഴാണ് വേറൊരു സംഗതി ശ്രദ്ധിച്ചത്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ സംഗതി എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളൊരു ചെറിയൊരു ഫോർമാറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാത്തിൻ്റെയും മറ്റേ സംഗതിയിലും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കത് ഡിസൈൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ടവർ ഇരിക്കുന്ന ഒരു ഭാഗത്തായിരിക്കും, ഈ ഒരു സൈക്കിൾ ഇരിക്കുന്ന വേറൊരു ഭാഗത്തായിട്ടായിരിക്കും. അങ്ങനെയൊക്കെ വെച്ച് പ്രശ്നം വരും. അതുകൊണ്ട് അവർ തന്നെ ഇവിടെ ഒരു ഫോർമാറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം, എന്താകുമെന്ന് അറിയത്തില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇത് ഇളക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ എനിക്കാണെങ്കിൽ ഇത് ഫുൾ ഒട്ടിച്ചോടാൻ വയ്യാതിട്ടിരിക്കുകയാണ്. കാരണം ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ നെരുവിരാ ഇങ്ങനെ ഇളക്കി പിടിച്ച് ഒട്ടിക്കാൻ കൊതിയായിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ചെന്നാ പിന്നെ ഒട്ടിച്ചോളെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തീർന്നിട്ടില്ല, നമുക്ക് ഇനിയും ഒട്ടിക്കാറുണ്ട്. ഇനിയും ഒരു വാൾപേപ്പർ കൂടെ നമുക്ക് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ആ ചുമര് കാണുന്ന ചുമരിലാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടില്ല, ഡാർക്കായിട്ടുള്ള കുറച്ച് എന്താ പറയുക ബിൽഡിങ്സിൻ്റെയൊക്കെ പടമാണ് ഇനി ഒട്ടിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി കണ്ടല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത സ്റ്റിക്കർ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടോ. യോ ഗായ്സ്, നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ഈ സംഗതി കണ്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ പാരീസിന്റെ അടുത്തൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, അങ്ങനെയുണ്ട് സിമ്പിളായിട്ടൊരു സ്ഥലത്ത് അങ്ങ് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലത്തിൽ നമ്മൾ പടം വരച്ചു വെച്ചൊരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയാന്ന് വെച്ചാൽ നമ്മളിതിന്ന് എടുക്കുമ്പോഴത്തേക്കും ലൈറ്റ് കളറായിട്ടായിരിക്കും. നമ്മൾ ഈ ചുമരിലോട്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും ഈ കളർ അങ്ങോട്ടുള്ള ഡാർക്ക്നെസ് ആയിട്ട് അങ്ങ് മാറും. നിങ്ങൾക്ക് ഇത് ബാക്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. നേരത്തെ ഞാൻ ഇത് ഇളക്കി എടുത്തപ്പോഴത്തേക്ക് ഇത്ര ഇല്ലായിരുന്നു. ഒട്ടിച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ സൂപ്പറായിട്ടുണ്ട്. അപ്പം എന്തായാലും പാരീസ് വേൾഡ്. അപ്പം ഇതെന്തായാലും ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി താഴെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്ലാറ് പോയപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെ കൈ വെച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ഓസ്മോയുടെ ചാർജ് ചെയ്യുന്ന ഇടയ്ക്കാണ്. കുറച്ച് നമ്മൾ വെളിയിൽ പയ്യന്മാർക്കൊക്കെ വെടിയെടുത്തപ്പോൾ ചാർജ് ഇട്ടിരിക്കുകയാണ്. അപ്പം ഓസ്മോയുടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ്. രാവിലേക്ക് നമ്മൾ ഓസ്മോയിലാണ് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായത്. കല്ലാറ് പോയ വീഡിയോ എല്ലാം ഓസ്മോയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഈ വീഡിയോ കൊള്ളത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം ബൈ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ ഞെക്കിക്കോ. അതുപോലെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയ സ്ഥലം പുതിയ ആളുമായി കൊണ്ടിരിക്കും. ഇറ്റ്സ് മീ വാസിദ് വേൾഡ് സൈനിങ് ഓഫ്. ബൈ.